കായംകുളം നഗരസഭയിൽ വാർഷിക പദ്ധതി സമർപ്പണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കൗൺസിൽ യോഗം ചേരണമെന്ന് LDF നഗരസഭ പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. വാർഷിക പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായി കൗൺസിൽ യോഗം ചേരാതെ ഭരണകർത്താക്കൾ ഇരുട്ടിൽ തപ്പുകയാണെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. 2026-2027 വാർഷിക പദ്ധതി സമർപ്പണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കായംകുളം നഗരസഭാ കൗൺസിൽ യോഗം ചേരണമെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായി കൗൺസിൽ യോഗം ചേരാതെ ഭരണകർത്താക്കൾ ഇരുട്ടിൽ തപ്പുകയാണെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. നഗരസഭയുടെ പദ്ധതി സമർപ്പിക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. 400ഓളം പ്രോജക്റ്റുകൾ ഈ 2026-27 പദ്ധതിയുടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. DPC ഈ മാസം 15-ാം തീയതിയോടുകൂടി സൈറ്റ് ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം പ്രോജക്റ്റുകൾ നഗരസഭാ കൗൺസിൽ വിളിച്ചുകൂട്ടി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് പദ്ധതികൾ അന്തിമ രൂപം നൽകി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ കൗൺസിലോ വിളിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചട്ടം 7 പ്രകാരം 15 കൗൺസിലർമാർ ഒപ്പിട്ട് നഗരസഭാ ചെയർമാന് ഞങ്ങൾ അപേക്ഷ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ കൗൺസിൽ വിളിക്കുന്നില്ലെങ്കിൽ ചട്ടപ്രകാരം ഇടതുപക്ഷത്തിൻ്റെ 15 അംഗങ്ങൾ ചേർന്ന് കൗൺസിൽ യോഗം കൂടി പദ്ധതികൾ DPCക്ക് സമർപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ പൊതുവിഷയങ്ങൾ ഉന്നയിക്കുന്ന അതുപോലെ തന്നെ അവരവരുടെ വാർഡുകളിലെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന LDF കൗൺസിലർമാരോട് പ്രതികാര നടപടിയാണ് ഇവിടുത്തെ ഭരണപക്ഷവും അതുപോലെ തന്നെ ചെയർമാനും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൗൺസിലർമാർ പറഞ്ഞതുപോലെ അവരവരുടെ വാർഡുകളിലെ വിഷയം ഈ പായലുകളെല്ലാം നീക്കുന്നതിനും ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും ഇറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ചെയ്യാവുന്നതാണ്. അന്നേരം നമ്മൾ ഉന്നയിച്ച അത് കൃത്യമാണെന്ന്, അത് ശരിയായ ഒരു ആവശ്യമാണെന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പുതിയ പദ്ധതികളും സ്പിൽ ഓവർ പദ്ധതികളും കൂടി 500ഓളം പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. സ്പിൽ ഓവറായി മാത്രം 275 പ്രൊജക്റ്റുകളാണ് ഉള്ളത്. ഈ മാസം 15-ന് മുൻപായി പദ്ധതി സമർപ്പിക്കുന്നതിനുള്ള സൈറ്റ് ഓപ്പണാകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 30 മുൻപ് പറഞ്ഞിരുന്ന തീയതി. സർക്കാർ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായി പദ്ധതികൾ കൗൺസിൽ അംഗീകരിച്ച് നൽകേണ്ടതുണ്ട്. എന്നാൽ കായംകുളം നഗരസഭാ കൗൺസിൽ യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടാൻ തയ്യാറാകാത്തതിനാൽ 1995-ലെ കേരള മുനിസിപ്പാലിറ്റി ചട്ടപ്രകാരം 15 LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ചേരുന്നതിനുള്ള തീയതി അറിയിച്ചു. ഇത് സംബന്ധിച്ച് ചെയർമാന് കത്ത് നൽകുകയും ചെയ്തു. അതേസമയം ചെയർമാൻ സഭ വിളിക്കുന്നതിന് തയ്യാറായില്ല എങ്കിൽ ചട്ടം 7 പ്രകാരം LDF അംഗങ്ങൾ സഭ വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും S. കേശുനാഥ് പറഞ്ഞു. LDF കൗൺസിലർമാർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങളായ തെരുവുനായ പ്രശ്നം, മലയൻതോട്ടിലെ മാലിന്യം, 2-ാം വാർഡിലെ അംഗൻവാടി എന്നിവയോടുള്ള അവഗണന നിറഞ്ഞ സമീപനം തിരുത്തണമെന്നും LDF പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ പറഞ്ഞു. മിനി സലീം, A. നസീർ, അബ്ദുൽ വാഹിദ്, ഗംഗാദേവി, അനിത ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.